അടുത്ത മാസം എല്ലാവർക്കും അറിയുന്ന അത്യാവശ്യം നല്ല ഫേമസ് ആയ സീരീസിന്റെ ഫോൺസ് ലോഞ്ച് ചെയ്യാൻ പോകുകയാണ്. അത് ഏതൊക്കെ ഫോണുകളാണ്, എന്നൊക്കെയാണ് ലോഞ്ച് ചെയ്യുന്നത് എന്ന കാര്യങ്ങളാണ് നമ്മുടെ വീഡിയോ നോക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ ഫോൺ എന്ന് പറയുന്നത് റെഡ്മി 15 5G ആണ്. ഇതിൽ 7000 mAh ബാറ്ററിയോടൊപ്പം 18 വാട്ടിൻ്റെയാണ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇത് 6.9 ഇഞ്ച് വരുന്ന 144 ഹെർട്സ് റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന അത്യാവശ്യം നല്ലൊരു LCD ഡിസ്പ്ലേ ഉണ്ടാകുന്നതാണ്. ഇതിൽ സ്നാപ്ഡ്രാഗൺ 6S Gen 3 എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇതിൽ 50 മെഗാ പിക്സലിന്റെ ഡുവൽ ക്യാമറ സെറ്റപ്പും വരുന്നതാണ്. ഇതൊരു ഓൾറൗണ്ടർ ഫോൺ ആയിരിക്കും. 15,000 വരെ അടിയിലായിരിക്കും ഇതിന്റെ പ്രൈസ് വരുന്നത്. ഈ ഫോൺ ലോഞ്ച് ചെയ്യുന്നത് ഓഗസ്റ്റ് 19 തീയതിയാണ്. നമ്മുടെ ലിസ്റ്റിലെ അടുത്ത ഫോൺ എന്ന് പറയുന്നത് റിയൽമിയുടെ GT 10000 ആണ്. ഇതിൽ 10000 mAh ആയിരിക്കും ബാറ്ററി വരുന്നത്. ഈ 10000 mAh ബാറ്ററി ചാർജ് ചെയ്യാനായി 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും ഇത് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇത് ഇത്ര വലിയ ബാറ്ററി ഉണ്ടായിട്ടും 200 ഗ്രാം മാത്രമാണ് വെയിറ്റ് വരുന്നത്. 8.25 mm മാത്രമാണ് തിക്നെസ് വരുന്നത്. ഇതിൽ മീഡിയാടെക് ഡയമൻസിറ്റി 7300 എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ആയിരിക്കും വരുന്നത്. ഇതിൽ 50 മെഗാ പിക്സലിന്റെ ഡുവൽ ക്യാമറ സെറ്റപ്പും ഉണ്ടാകുന്നതാണ്. ഇതിന്റെ ലോഞ്ച് ഏകദേശം ഓഗസ്റ്റ് ലാസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ ഫസ്റ്റോടുകൂടി ആയിരിക്കും വരുന്നത്. അടുത്തതായി സാംസങ്ങിന്റെ A17 എന്ന് പറയുന്ന മൊബൈലാണ്. ഇത് 6.74 ഇഞ്ച് വരുന്ന അമോലെഡ് ഡിസ്പ്ലേ ആയിരിക്കും ഉണ്ടാകുന്നത്. ഇതിൽ 50 മെഗാ പിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും റയർ സൈഡിൽ വരുന്നതാണ്. ഇതിൽ 5000 mAh ബാറ്ററിയും ഉണ്ടാകുന്നതാണ്. ഈ ഫോണിൽ ലോഞ്ച് ഏകദേശം ഓഗസ്റ്റ് പകുതിയോടുകൂടി ആയിരിക്കും വരുന്നത്. അടുത്തതായി വിവോയുടെ V60 എന്ന് പറയുന്ന മൊബൈലാണ്. ഇത് 6.67 ഇഞ്ച് വരുന്ന അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൽ 50 മെഗാ പിക്സലിന്റെ സൈസിന്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും വരുന്നതാണ്. ഇതിൽ 50 മെഗാ പിക്സലിന്റെ തന്നെ സൈസിന്റെ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഇതിൽ 6500 mAh ബാറ്ററിയോടൊപ്പം 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇത് സ്നാപ്ഡ്രാഗൺ 7 Gen 4 എന്ന് പറയുന്ന പ്രോസസ്സറാണ് വരുന്നത്. ഈ ഫോണിന്റെ ലോഞ്ച് ഏകദേശം ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കോട് കൂടിയായിരിക്കും വരുന്നത്. നമ്മുടെ ലിസ്റ്റിലെ അടുത്ത ഫോൺ എന്ന് പറയുന്നത് ഓപ്പോയുടെ K13 Turbo ആണ്. ഇത് 6.8 ഇഞ്ച് വരുന്ന OLED ഡിസ്പ്ലേ ആയിരിക്കും വരുന്നത്. ഇതിൽ 50 മെഗാ പിക്സലിന്റെ OIS ക്യാമറയും വരുന്നതാണ്. ഇത് 7000 mAh ബാറ്ററിയോടൊപ്പം 80 വാട്ടിന്റെ ആയിരിക്കും ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ മീഡിയാടെക് ഡയമൻസിറ്റി 8450 എന്ന് പറയുന്ന പ്രൊസസ്സർ ആയിരിക്കും വരുന്നത്. ഈ ഫോണിന്റെ ലോഞ്ച് ഏകദേശം ഓഗസ്റ്റ് സെക്കൻഡ് വീക്കോട് കൂടി ആയിരിക്കും വരുന്നത്. നെക്സ്റ്റ് ഫോൺ എന്ന് പറയുന്നത് സാംസങ്ങിന്റെ S25 FE ആണ്. ഇത് 6.7 ഇഞ്ച് വരുന്ന ഫ്ലാറ്റ് അമോലെഡ് ഡൈനാമിക് ഡിസ്പ്ലേ ആയിരിക്കും വരുന്നത്. ഇത് 4900 mAh ബാറ്ററിയോടൊപ്പം 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും ഇത് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇതിൽ Exynos 2400 എന്ന് പറയുന്ന പ്രൊസസ്സർ ആയിരിക്കും വരിക. ഇതിൽ 50 മെഗാ പിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും വരുന്നതാണ്. ഇതിൽ ലോഞ്ച് ഏകദേശം ഓഗസ്റ്റ് ലാസ്റ്റോടുകൂടി ആയിരിക്കും ഉണ്ടാവുന്നത്. നെക്സ്റ്റ് ഫോൺസ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന ഗൂഗിളിന്റെ Pixel 10 സീരീസ് ആണ്. Pixel 10 പ്രോയുടെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ 6.3 ഇഞ്ച് വരുന്ന OLED ഡിസ്പ്ലേ ആയിരിക്കും വരുന്നത്. ടെൻസർ G5 എന്ന് പറയുന്ന ചിപ്സെറ്റും ഇതിൽ ഉണ്ടാകുന്നതാണ്. ഇത് 48 മെഗാ പിക്സലിന്റെ ക്യാമറയും വരുന്നതാണ്. ഇതിൽ 4970 mAh ബാറ്ററിയും 29 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും ഉണ്ടാകുന്നതാണ്. ഈ ഫോണിന്റെ ലോഞ്ച് ഏകദേശം ഓഗസ്റ്റ് 20 തീയതി ആയിരിക്കും വരുന്നത്. നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ ഫോൺ എന്ന് പറയുന്നത് ലാവയുടെ അഗ്നി 4 ആണ്. ഇത് 6.7 ഇഞ്ച് വരുന്ന ഫ്ലാറ്റ് OLED ഡിസ്പ്ലേ ആയിരിക്കും വരുന്നത്. ഇതിൽ മെറ്റൽ ബോഡി ആയിരിക്കും വരിക. ഇതിൽ മീഡിയാടെക് ഡയമൻസിറ്റി 8350 എന്ന് പറയുന്ന പ്രൊസസ്സറും ഉണ്ടാകുന്നതാണ്. ഇതിൽ UFS 4.0 സ്റ്റോറേജും വരുന്നതാണ്. ഇതിൽ 7000 mAh ബാറ്ററിയും ഉണ്ടാകുന്നതാണ്. ഇതിൽ 50 മെഗാ പിക്സലിന്റെ ആയിരിക്കും ഡുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നത്. ഈ ഫോണിന്റെ ലോഞ്ച് ഏകദേശം ഓഗസ്റ്റ് ലാസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ ഫസ്റ്റോട് കൂടി ആയിരിക്കും ഉണ്ടാകുന്നത്. ഇത്രയും ഫോൺസ് ആയിരിക്കും അടുത്ത മാസം വരുന്നത്. എല്ലാ ഫോൺസിന്റെയും
ഡീറ്റെയിൽഡ് വീഡിയോസിന് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ.